നമ്മുടെ ഹെൽത്തി കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാലഡാണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും അവരുടെ രോഗപ്രതിരോധ ശക്തിക്കും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിശക്തിക്കും ബുദ്ധിയെ ബൂസ്റ്റ് ചെയ്യുന്ന പച്ചക്കറികളും പഴങ്ങളുമാണ്. നമ്മളിവിടെ നിന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന മത്തങ്ങ ഫ്രൂട്ട് സാലഡാണ്. സാധാരണ ഇതിൽ മത്തങ്ങയൊന്നും നമ്മുടെ ഒരു സാലഡിലേക്കൊന്നും ആരും ചേർത്ത് കാണാറില്ല. ഏത് ഏജ് ഗ്രൂപ്പിൽ വന്നവർക്കും മത്തങ്ങ ഒരു സൂപ്പർ ഫുഡാണ്. നമ്മുടെ ബുദ്ധി വളർച്ച തലച്ചോറിനാണ് മെയിനായിട്ട് അത് പരിപോഷിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവരുടെ ഒരു ചെറുപ്രായത്തിൽ അവരുടെ ബുദ്ധി വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവർക്ക് അവരുടെ തലച്ചോറിനെ റിപ്പയർ ചെയ്യാനും അതുപോലെ ഓർമ്മക്കുറവിനും അൽഷിമേഴ്സ് പോലുള്ള രോഗത്തിനൊക്കെ മത്തങ്ങ നല്ലൊരു ഔഷധമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. കുഞ്ഞുങ്ങളുടെ ആഹാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു 18 വയസ്സ് വരെ നമ്മൾ കൊടുക്കുന്ന ഫുഡാണ് അവരുടെ ശേഷ ജീവിതകാലത്തിലേക്ക് അവരുടെ ആരോഗ്യത്തിനെ പരിപോഷിപ്പിക്കുന്നത്. ഒരു ഡെപ്പോസിറ്റ് പോലെ നമ്മൾ അവരുടെ ചെറുപ്രായത്തിലും അഡോളസൻസിലൊക്കെ നമ്മൾ അവരുടെ ഫുഡ് അത് നല്ല ആരോഗ്യകരമായ ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. നമ്മുടെ സാലഡിന് വേണ്ടി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് മത്തങ്ങയുടെ ഒരു ചെറിയ കഷ്ണം, ഒരു റോബസ്റ്റ പഴം, ഒരു ആപ്പിള്, ഒരു മാതള നാരങ്ങ, കുറച്ച് മുന്തിരി. നമ്മുടെ സാലഡിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിലും ചെയ്യാവുന്ന ഒരു സാലഡാണ്. നമ്മൾ മത്തങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നന്നായിട്ട് ഉരച്ചെടുക്കണം. ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ സാലഡ് എപ്പോഴും നല്ലൊരു സമ്പൂർണ്ണ ഫുഡാണ്. കാരണം നമ്മൾ സാലഡിൽ ചേർക്കുന്ന ഒട്ടുമിക്ക ഘടകങ്ങളും അല്ല ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ റോ ആയിട്ടാണ് ചേർക്കുന്നത്. റോ ആയിട്ട് ചേർക്കുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം പരിപോഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മത്തങ്ങ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ചെടുത്താൽ മതിയാവും. കാരണം നമ്മളിതെല്ലാം എടുത്ത് പ്രിപ്പയർ ചെയ്ത് വരുമ്പം വളരെയധികം കൂടുതലുണ്ടാവും. നമ്മുടെ സാലഡ് പ്രിപ്പറേഷന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വളരെയധികം ക്വാണ്ടിറ്റി കുറച്ചേ ഉണ്ടാക്കാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ സാലഡ് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ കഴിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പ്രയോജനം കിട്ടും. എല്ലാ ആഹാര പദാർത്ഥങ്ങളും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഉടനെ കഴിക്കേണ്ടതാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അല്ലെങ്കിൽ തണുത്തോ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണമേന്മ കുറഞ്ഞു വരും. നമുക്ക് അറിയാം, ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ ഫുഡ് എടുത്തു കഴിയുമ്പോൾ പിറ്റേ ദിവസമൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആദ്യ ദിവസം കിട്ടുന്ന ഒരു രുചിയൊന്നും കിട്ടുന്നില്ല. ശരിക്കും ഡീക്കേ ചെയ്യാൻ കൊടുക്കും. നമ്മൾ ഫുഡ് പ്രിപ്പറേഷൻ കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഒരു ഫുഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡീക്കേ തുടങ്ങുക. അടുത്ത സെക്കൻഡ് അതിൻ്റെ ഡീക്കേ തുടങ്ങും. കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ അത്യാവശ്യം പഴങ്ങളും പച്ചക്കറികളും അവരുടെ ആഹാരത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുത്തിരിക്കണം. നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആപ്പിൾ കട്ട് ചെയ്തെടുക്കുന്നു, നമ്മുടെ മാതള നാരങ്ങ അടർത്തി എടുക്കണം, മുന്തിരിങ്ങ നന്നായിട്ട് കഴുകി നന്നായിട്ട് വെള്ളത്തിൽ കഴുകി ഞാനിവിടെ വിനാഗിരിയിലും കൂടെ കഴുകിയിട്ടാണ് എടുക്കാറ്. അത് നന്നായിട്ട് എടുത്തിട്ട് നമ്മൾ അതിൽ കട്ട് ചെയ്തിട്ട് കുരു കളഞ്ഞെടുക്കുക. നമ്മുടെ റോബസ്റ്റ പഴം ഞാനൊന്ന് സാലഡിനൊന്ന് വേറൊരു ടെക്സ്ചർ കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മളിവിടെ ആപ്പിള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ മാതള നാരങ്ങ അടർത്തി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുന്തിരി രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ മുന്തിരി ഒന്ന് ജ്യൂസാക്കി എടുക്കുമായിരിക്കും നല്ലത്. കാരണം അവരുടെ തൊണ്ടയിൽ കെട്ടാതെയൊക്കെ തൊലിയൊക്കെ തൊണ്ടയിൽ കെട്ടാനുള്ള ചാൻസ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ റോബസ്റ്റ പഴം ഒന്ന് നമ്മൾ അരച്ചെടുക്കുകയാണ്. റോബസ്റ്റ പഴം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത റോബസ്റ്റ പഴം വളരെ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ അരച്ചു വന്നപ്പോൾ വളരെ കുറവായിപ്പോയി. കാരണം ഞാൻ ഒരു പഴവും കൂടി എടുക്കുകയാണ്. വളരെ ചെറിയ പഴങ്ങളാണിത്. നമുക്ക് സാലഡ് ഉണ്ടാക്കി തുടങ്ങാം. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സാലഡ് ബൗളിലേക്ക് നമ്മൾ മാറ്റുക. നമ്മൾ ആപ്പിൾ ഇട്ട് കൊടുത്തു, മാതള നാരങ്ങ ചേർത്ത് കൊടുത്തു, മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നു, നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന റോബസ്റ്റ പഴവും കൂടി ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ ഈ 5 ഐറ്റം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ സാലഡ് പ്രിപ്പറേഷൻ വേണം ഈ സ്റ്റേജിൽ നിർത്തി കുഞ്ഞുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. ഭയങ്കര നാച്ചുറലായിട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കുറച്ച് രുചിഭേദമൊക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കൊക്കെ സെർവ് ചെയ്യാനായിട്ട് നമുക്ക് ഇതൊന്ന് ഒരു ഡ്രസ്സിങ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡ്രസ്സിങ്ങിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒലിവ് ഓയില്, ശർക്കര, അതുപോലെ നാരങ്ങ, പുതിനയില, ചില്ലി ഫ്ലേക്സും ഒരു ഉള്ളിയും.
നമ്മുടെ വീട്ടിൽ പനിക്കൂർക്ക ഇല ഉണ്ടെങ്കിൽ ഒരു 4-5 പനിക്കൂർക്ക ഇലയും കൂടെ കട്ട് ചെയ്ത് ഇതിൽ ചേർക്കുമ്പോൾ വേറെ നല്ലൊരു രുചിയും കിട്ടുകയും ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ആരോഗ്യപ്രദവുമാണ്. നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വളരെ കുറച്ച് ഒലിവ് ഓയിൽ എടുക്കുന്നുള്ളൂ. ഇത് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അടുത്തായിട്ട് നമ്മൾ ഒരു ചെറിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ജ്യൂസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരയോളം ഞാൻ എടുത്തിട്ടുണ്ട്. കൂടുതൽ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്ന ഉള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിയൊക്കെ കുഞ്ഞുങ്ങളുടെ കഫക്കെട്ട് നന്നായിട്ട് കുറയ്ക്കും. നമ്മളിതിലേക്ക് ഒരു ചെറിയൊരു പിഞ്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ആവശ്യമുള്ളവർക്കും എരിവ് ഇഷ്ടമുള്ളവർക്കും, കാരണം ഇതിലേക്ക് എരിവ് കൂടുമ്പോൾ ഒന്നും കൂടി ഒരു രുചികരമായിരിക്കും. നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് പൊടിയായി അരിഞ്ഞെടുത്ത പുതിനയിലയാണ്. പുതിനയില നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ, നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനും ഇച്ചിരി വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാനും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമ്മളിനി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്ന പുതിന ചേർത്ത് കൊടുക്കുകയാണ്. പുതിന ചേർക്കുന്നത് കുഞ്ഞുങ്ങളുടെ വയറിന്റെ ദഹനത്തെ, ഡൈജഷൻ വളരെ ഹെൽത്തിനെയൊക്കെ വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുന്ന ഒന്നാണ്. ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാനായിട്ട് നമ്മളൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ് അത്ര ലൂസ് അല്ല. നമുക്കൊരു നല്ലൊരു ഫ്ലേവർ, ഒരു രുചിയും കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചേർക്കുന്നത്. ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് അതിൽ ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചും ചേർക്കാം. നമ്മുടെ സാലഡ് ഡ്രസ്സിങ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ മത്തങ്ങ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു പ്രിപ്പറേഷനാണിത്. പിന്നെ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല. അത്രയും അതിപ്പോൾ ഓരോ ഐറ്റം എടുത്ത് നമുക്ക് അതും കൂടി ഒന്ന് വിശകലനം ചെയ്തിട്ട് നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ സാലഡിന്റെ മെയിൻ ഐറ്റം പച്ച മത്തങ്ങയാണ്. നമ്മൾ വളരെ നിസ്സാരമായി കരുതുന്ന മത്തങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ബ്രെയിൻ്റെ ഒരു എബിലിറ്റി കൂട്ടാനായിട്ട് മത്തങ്ങയ്ക്ക് വളരെയധികം സാധിക്കും. എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ നിർബന്ധമായിട്ട് മത്തങ്ങ, ഞാനിവിടെ റോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, ഒന്ന് വേവിച്ചാണേലും കൊടുത്താലും അതിന് പ്രയോജനമുണ്ട്. അത് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, അതുപോലെ തന്നെ അവർക്കുള്ളൊരു കോഗ്നിറ്റീവ് എബിലിറ്റി ഒക്കെ കൂട്ടാനായിട്ട് നമുക്ക് മത്തങ്ങ സഹായിക്കുമെന്ന് പഠനങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ എല്ലിന്റെ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ അവരുടെ മസിലിന്റെ വളർച്ചയ്ക്ക്, ബ്രെയിനിന്റെ വളർച്ചയ്ക്ക്, സർവോപരി അവരുടെ നല്ല ആരോഗ്യത്തിനും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ് മത്തങ്ങ. ആയുർവേദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുന്ന ഒരു പഴമാണ് നമ്മുടെ പോംഗ്രനേറ്റ് അഥവാ മാതളം. നമ്മളിലുണ്ടാകുന്ന അനീമിയ കുറച്ചിട്ട് നമ്മുടെ ബ്ലഡിന്റെ അളവിനെയും അതുപോലെ തന്നെ HB ഒക്കെ കൂട്ടാനായിട്ട് ഉപകരിക്കും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും. ബ്ലഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നുണ്ട്. HB കൂടുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു പഴമാണ് മാതളം. ആപ്പിളിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ഔഷധ മേന്മ. നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിനും എല്ലിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും ആപ്പിള് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എത്രയും നന്നായിരിക്കും. ആപ്പിളും നല്ലൊരു ബ്രെയിൻ ബൂസ്റ്ററാണ്. എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും ആന്റി ക്യാൻസറസ് ആയിട്ടുള്ള ഒരു പഴമാണ് മുന്തിരിങ്ങ. എൻ്റെ അടുത്ത് ക്യാൻസറിന് ഡയറ്റ് ചോദിച്ചു വരുന്നവർക്ക് ഞാൻ മുന്തിരിങ്ങയും കൂടെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് കഴുകിയൊക്കെ എടുത്താൽ കീടനാശിനികളൊക്കെ പൊക്കോളും. കാരണം അതിനകത്തുള്ളൊരു മുന്തിരിയിലുള്ള ഒരു ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിന്റെ HB കൂട്ടാനും അതുപോലെ തന്നെ RBC WBC കൗണ്ട് കൂട്ടാനും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാനൊക്കെ മുന്തിരി പ്രയോജനപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷനെ നന്നായിട്ട് കുറയ്ക്കുന്ന ഒന്നാണ് നമ്മുടെ റോബസ്റ്റ പഴം. നമ്മുടെ ഈ സാലഡിലേക്ക് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന 5 ഇൻഗ്രീഡിയൻസും തലച്ചോറിന്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമാണ്. ശരിക്കൊരു ഈ ഒരു സാലഡ് ഒരു ബ്രെയിൻ ബൂസ്റ്റർ ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എല്ലാവർക്കും എല്ലാ അവസ്ഥയിലും കഴിക്കാവുന്ന ഒരു സാലഡാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്. കാരണം അവരുടെ വളർച്ചയിൽ ഇതുവരെ ഒരു സാലഡ് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിൽ വരുന്ന മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഒരു അസുഖങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. നമ്മുടെ മത്തങ്ങ ഫ്രൂട്ട് സാലഡിന്റെ പ്രിപ്പറേഷൻ ഇവിടെ കഴിയുകയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വളരെ ഹെൽത്തിന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പ്രിപ്പറേഷനുമാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. താങ്ക് യു.